മുജാഹിദ് സംഘടനകളോ കാന്തപുരം വിഭാഗമോ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനോ മതപരമായ വേർതിരിവുണ്ടാക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രത്തെ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുക്കാനോ ബ്രിട്ടീഷുകാർക്ക് ഷൂ നക്കി കൊടുക്കാനോ ഇവരാരും തയ്യാറായിട്ടില്ല. എന്നാൽ മറുപടി ഇല്ല, ഉരുളുകയാണ്. താങ്കൾ വെളുപ്പിക്കാനായിട്ട് പെയിന്റ് എത്ര കൊണ്ടുവന്ന് അടിച്ചാലും ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ പറയുന്നത് താങ്കൾ പ്രതിരോധത്തിലായി. എന്താണ് ഈ വിസിമാർ ചെയ്ത തെറ്റ്? വിസിമാർ ചെയ്ത തെറ്റ് അവരിയ്ക്കുന്ന സ്ഥാനത്തിന് യോജിച്ച നടപടിയല്ല അവർ ചെയ്തിട്ടുള്ളത്. RSS എന്ന് പറയുന്നത് രാഷ്ട്ര വിഭജനത്തിൽ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കുന്നതിൽ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുക്കുന്നതിൽ മുന്നിൽ നിന്നിട്ടുള്ള ആളുകളാണ്. മുജാഹിദ് സംഘടനകളുടെയോ അല്ലെങ്കിൽ കാന്തപുരം വിഭാഗത്തിൻ്റെ ഏതെങ്കിലും സെമിനാറിൽ പോയതല്ല. ഇവർ പോയി പങ്കെടുത്തിട്ടുള്ളത് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പല രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ പോലും മാറ്റി നിർത്തി അദ്ദേഹത്തിൻ്റെ ഘാതകരെ മഹത്വവൽക്കരിക്കുന്ന പാഠപുസ്തകങ്ങൾ പോലും കുട്ടികളെ പഠിപ്പിക്കണമെന്ന തരത്തിലേക്ക് RSSന് നിർദ്ദേശം വരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ VCമാർ RSSന്റെ പരിപാടിയിൽ അതിൻ്റെ ഏറ്റവും സുപ്രീം നേതാവിൻ്റെ കൂടെ പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ശ്രീ KC വേണുഗോപാൽ പറഞ്ഞത് ഇവർ ഗണഗീതം പാടി കുറുവടിയും ഏന്തി RSSന്റെ ശാഖയിൽ പോയിക്കോട്ടെ എന്ന്. അതാണ് ശരിയായി പറയാനുള്ളത്. അല്ല, അവരെ അങ്ങോട്ട് തള്ളിവിടുവാൻ നിങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം വെമ്പൽ? ശ്രീ CK ഷാക്കിർ, അവർക്ക് നിങ്ങൾക്കാണല്ലോ വെമ്പൽ കൂടുതൽ. അവരെ RSSകാരാക്കി ഈ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണമെന്ന്. ഈ താങ്കൾ നേരത്തെ പറഞ്ഞു മുജാഹിദ് സംഘടനകളുടെ യോഗത്തിലോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ യോഗത്തിലോ പങ്കെടുക്കുന്നത് പോലെയല്ല RSSന്റെ ഇത്തരമൊരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്ന്. എന്താണ് താങ്കൾ ഇതിലെ വ്യത്യാസം കാണുന്നത്? മുജാഹിദ് സംഘടനകളോ കാന്തപുരം വിഭാഗമോ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനോ മതപരമായ വേർതിരിവുണ്ടാക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രത്തെ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുക്കാനോ ബ്രിട്ടീഷുകാർക്ക് ഷൂ നക്കി കൊടുക്കാനോ ഇവരാരും തയ്യാറായിട്ടില്ല. എന്നാൽ RSSന്റെ പാരമ്പര്യം അതാണോ? ഇവർ ഈ രാഷ്ട്ര നിർമ്മിതിക്ക് എന്ത് സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്? ഈ ശ്രീമാൻ നമ്മുടെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സാധ്യമാകുന്ന തരത്തിൽ നടപടി സ്വീകരിക്കും. ഇപ്പൊ നമുക്കറിയാം VCമാരുടെ എന്തിടപെടൽ നടത്താനാണ് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും VCമാർക്കെതിരെ? VCമാർ ഔദ്യോഗികമായിട്ട് പങ്കെടുത്തിരിക്കുന്ന ഒരു ചടങ്ങല്ല ഇത്. അവരവരുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ അവർ പങ്കെടുത്തിരിക്കുന്നതാണ്. ആ സമയത്തെല്ലാം തന്നെ അവർക്ക് നമ്മുടെ നാട്ടിലെ ഏതൊരു സ്വതന്ത്രനായ പൗരനും ഉള്ള വ്യക്തിയുടെ അവകാശങ്ങൾ, അതായത് ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്തൊക്കെയാണോ, ഭരണഘടനാപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ എന്താണോ, അതെല്ലാം തന്നെ പൂർണ്ണമായും എക്സസൈസ് ചെയ്യുന്നതിന് എല്ലാവിധ റൈറ്റുമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ചടങ്ങുകളിൽ അവർക്ക് പങ്കെടുക്കാം, അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ കാണാം. അവർ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ക്രിമിനലുകളായിട്ടുള്ള വ്യക്തികളെയോ ഒന്നും തന്നെ അവർ നേരിട്ട് കണ്ടിട്ടില്ല. ഏത് നിയമം അല്ലെങ്കിൽ ഏത് സ്റ്റാറ്റ്യൂട്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ മാപ്പ് പറയണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറയുന്നത്? നിയമപരമായിട്ട് തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല എങ്കിൽ they were entitled to do what they did. അത്രയേ ഉള്ളൂ. അതായത് അവർക്ക് നിയമപ്രകാരം ഈ രാജ്യത്തുള്ള ഏതൊരു സ്വതന്ത്ര പൗരനും കഴിയുന്നത് പോലെ ഇത് ചെയ്യാൻ കഴിച്ചാൽ അവർ ചെയ്തിരിക്കുന്നതിൽ തെറ്റില്ല എന്നും അവർക്കെതിരെ നടപടി എടുക്കാനായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടും നിയമവും നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതുമാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ശ്രീ VD സതീശൻ ഇങ്ങനെ അഭിപ്രായം പറയുന്ന ആളായിരുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ മുസ്ലിം ലീഗിന്റെ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യങ്ങളോ ഒക്കെ സംരക്ഷിക്കുന്നതിന്റെ പൊളിറ്റിക്കൽ എക്സിജൻസി ഉള്ളത് കൊണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമ്മർദ്ദമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതൊക്കെ തന്നെ പറയുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ശ്രീ ഷാക്കിർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം അസത്യവും അവാസ്തവുമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ഗാന്ധിയെ സൈഡ് ലൈൻ ചെയ്തിട്ട് മഹാത്മാഗാന്ധിയുടെ ഘാതകരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ ഉണ്ടായി എന്ന്. അങ്ങനെ ഇന്ത്യയിലെ ഒരു ദേശീയ പാഠ്യ പദ്ധതിയുടെ ഭാഗമായിട്ടും അങ്ങനത്തെ ഒരു കാര്യം ഇന്ത്യയിൽ എങ്ങും തന്നെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അപ്പൊ എന്ത് നുണയും പറയുകയാണ്. രണ്ടാമത്തേത്, ഇന്ത്യയിൽ എവിടെയോ നിരപരാധികളെ കൊല്ലുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ആ രീതിയിലത്തേക്കും ഗവൺമെന്റ് സ്പോൺസറായിട്ടുള്ള ഒരു ജനസൈഡ് ഒന്നും തന്നെ ഇന്ത്യയിൽ, മസാക്കറോ ജനസൈഡോ ഒന്നും തന്നെ ഇന്ത്യയിൽ നടക്കുന്നില്ല. 1940 മുതൽ ഗാന്ധി വധം, ഈ സ്വാതന്ത്ര്യ സമരം അതിന്റെ പീക്കിലിരുന്ന സമയം മുതൽ 30-ലധികം വർഷം, 3 പതിറ്റാണ്ടിലധികം RSSന്റെ സർസംഘചാലകായിരുന്ന ആളാണ് MS ഗോൾവൽക്കർ. ആ ഗോൾവൽക്കറിന്റെ 2006, 1906 ജനിച്ചത്. 2006 അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പറവൂരിൽ നടന്ന RSS ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ചടങ്ങ് ഇപ്പോൾ കഴിഞ്ഞ തവണ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശ്രീ പിണറായി വിജയൻ തന്നെ
ആരോപിച്ചതുപോലെ അതിൽ ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം കൊളുത്തിയത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ആളിന്റെ പേര് ശ്രീ വി ഡി സതീശൻ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് അത്തരം ചിന്തകൾ ഉണ്ടായിരുന്നില്ല. RSSനെ അംഗീകരിക്കുന്നതിനോ RSS പറയുന്ന പ്രത്യയശാസ്ത്രത്തിനെ എതിർത്തുകൊണ്ട് തന്നെ അവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ധാർമ്മികമായിട്ട് രാജിവെക്കുകയാണ്, ജനങ്ങളോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത് എങ്കിൽ VC-മാരും ജനങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അവർ അക്കാഡമിക്കായിട്ടുള്ള ഒരു പൊസിഷൻ അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു. ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ളത് ആരാണ്? ശ്രീ വി ഡി സതീശനാണ്. VC-മാരും അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പുറത്ത് അറിയപ്പെടുന്ന ആൾക്കാരല്ല. അങ്ങനെയെങ്കിൽ ആദ്യം രാജിവെക്കേണ്ടതാരാണ്? രാജിവെച്ച് മാതൃക കാണിക്കേണ്ടതാരാണ്? വി ഡി സതീശനല്ലേ? ചോദിച്ചു വാങ്ങണ്ടായിരുന്നു അതും കൊങ്ങയ്ക്ക്. ഞാൻ പറഞ്ഞത് അക്കാദമിക് മൂല്യം ഇല്ലാത്ത പരിപാടികളിൽ പോകുന്നു. ഞാൻ പറഞ്ഞത് ഈ പോകുന്ന പരിപാടിക്ക് അക്കാദമിക് മൂല്യം ഉണ്ടോ ഇല്ലോ എന്ന് ആരാ തീരുമാനിക്കുന്നത്? സമസ്തയാണോ തീരുമാനിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയാണോ തീരുമാനിക്കുന്നത്? ഇപ്പോൾ ഒരു വൈസ് ചാൻസലറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏത് പരിപാടിയിൽ പങ്കെടുക്കണം, ആരുടെ ഏത് പ്രഭാഷണം കേൾക്കണം എന്നുള്ളത് അദ്ദേഹമാണോ തീരുമാനിക്കേണ്ടത്, അതോ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും സമസ്തയുമാണോ തീരുമാനിക്കേണ്ടത്? അതല്ല ഉദ്ദേശം. ഞാൻ മാറി ചില ഒന്ന് അദ്ദേഹം പറഞ്ഞത് മുസ്തഫ മുണ്ടുമാഷ്ക്ക് വിവരക്കുറവാണ്. ഞാൻ പറഞ്ഞത് കളവാണെന്നാ. ഈ കളവും വിവരക്കേടും അതുപോലെ തന്നെ വളരെ മോശപ്പെട്ട രാജ്യത്തെ രാജ്യവിരുദ്ധ പ്രവർത്തനവും എല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ RSS. നമ്മൾ പറയുന്നത് ഈ VC-മാർ വ്യക്തിപരമായി RSSന് വേണ്ടി പണിയെടുക്കുന്നതോ അല്ലെങ്കിൽ ഗണഗീതം പാടുന്നതോ കുറുവടി എന്തുന്നതോ നിക്കറിടുന്നതോ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ വൈസ് ചാൻസലർ എന്ന മഹത്തായ പദവിയിൽ ഇരുന്നു കൊണ്ട് ഈ തെമ്മാടിത്തരം ചെയ്യാൻ പാടില്ല. ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അതിന് വേറെ വാചകമില്ല. നിങ്ങൾ RSSനെ വെള്ളപൂശാൻ ശ്രീജിത്ത് പണിക്കരോ മഞ്ജുഷോ ആര് ശ്രമിച്ചാലും അവർ രാജ്യദ്രോഹികളാണ്, ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളാണ്, അവർ രാജ്യത്തെ വിഭജനത്തിന്റെ ആളുകളാണ്. ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഒരു രാജ്യവിരുദ്ധ പ്രവൃത്തി നടത്തിയിട്ടില്ല, ഒരു നിയമവിരുദ്ധ പ്രവൃത്തി നടത്തിയിട്ടില്ല. അവർ മുസ്ലിം നാമധാരികളാണ് എന്നത് കൊണ്ട് മാത്രം കൊലപ്പെടുത്തുന്നത് ശരിയാണോ ശ്രീജിത്ത് പണിക്കരെ? നാടോ റോഡായി പോയി, അല്ലെങ്കിൽ കൊറോണ കുറ്റി അടിച്ച് ഞാൻ പോയിച്ചേനെ. നിങ്ങളും ഈ RSSനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ പറയുന്നത് വസ്തുതാപരമാണ്. എന്തിനാണ് ശരിക്കും ഒരു മിനിറ്റ് പറയട്ടെ ഈ ഹൈന്ദവ മതത്തിന്റെ ഭാഗമായി ഇങ്ങനെ ആരെയെങ്കിലും കൊലപ്പെടുത്തണമെന്ന് അതിന്റെ ഏതെങ്കിലും വേദപുസ്തകങ്ങളിലോ മറ്റോ പറയുന്നുണ്ടോ? ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഒരു മതവും ഹിന്ദു മതമല്ല. ശ്രീജിത്ത് ഉന്നയിച്ച കാര്യമുണ്ടല്ലോ, 2006 പറവൂരിൽ വി ഡി സതീശൻ ഗോൾവൽക്കറുടെ ശതാബ്ദിയിൽ പങ്കെടുത്ത കാര്യം. അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ മാപ്പ് പറയണമെന്ന ആവശ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ ഇത് റിവേഴ്സ് ചെയ്ത് വരുന്നുണ്ട് അന്നത്തെ കാര്യവും. അല്ല മഞ്ജുഷ, എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. നിങ്ങൾ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറുപടി പറയേണ്ടത് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വക്താവ് ഒരു മിനിറ്റ് അല്ല ശ്രീജിത്ത് പണിക്കരെ, ഞാൻ വി ഡി സതീശന്റെ വക്താവ് ഒരു മിനിറ്റ് പറയാം. ഞാൻ വി ഡി സതീശന്റെ വക്താവായി ഇവിടെ വന്നിരിക്കല്ല. അദ്ദേഹം തന്നെ കൃത്യമായത് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെ പ്രതിരോധത്തിലാക്കാമെന്ന് നിങ്ങൾ കരുതുന്നില്ല. അത് നടക്കുന്ന കാര്യമില്ല. ഞാൻ പറയട്ടെ കാര്യം ഈ സർക്കാർ വി ഡി സതീശൻ സർക്കാർ പോളിസി നിങ്ങൾ കണ്ടോ? ആ സുഗതൻ എന്ന് പറയുന്ന പറയട്ടെ പ്ലീസ്, പറയട്ടെ സുഗതൻ എന്ന് പറയുന്ന ക്രിമിനലിനെ കേസിലെ പ്രതിയെ തൂക്കിയെടുത്തിട്ട് അതൊക്കെ ചെയ്തോട്ടെ. മുരളീധരൻ പറഞ്ഞില്ല, ആവശ്യമില്ല. എന്തിനാണ് മറുപടി പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ശ്രീ ഷാക്കിറിനോട് വളരെ ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നത് ഇവിടെ ആൾക്കാർക്ക് എല്ലാവർക്കും കാണാം. വി ഡി സതീശനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് താങ്കൾക്ക് മറുപടി ഇല്ല, ഉരുളുകയാണ്. താങ്കൾ വെളുപ്പിക്കാനായിട്ട് പെയിന്റ് എത്ര കൊണ്ടുവന്ന് അടിച്ചാലും താങ്കൾ പറയുന്നത് താങ്കൾ പ്രതിരോധത്തിലായി സമ്മതിച്ചില്ലേ? ആ മറുപടിയാണ് ഈ അവസരം അല്ല അതിനുള്ള മറുപടി ശ്രീ വി ഡി സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വളരെ തന്ത്രപരമായി എന്റെ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കർ ഉരുണ്ട് കളിക്കുകയാണ്. വാദങ്ങളിൽ നിന്നൊക്കെ പോയി ഇപ്പൊ പറവൂരിൽ വി ഡി സതീശൻ ഏതോ കാലത്ത് ഏതോ പരിപാടി പങ്കെടുത്തു എന്നാ പറയുന്നത്. ഏതോ പരിപാടിയിൽ പങ്കെടുത്തു തൂക്കിയെടുത്ത് ഇപ്പൊ കണ്ടോ? അതാണ് വി ഡി സതീശൻ. മാത്രവുമല്ല TP സെൻകുമാർ പറയട്ടെ, TP സെൻകുമാറിനെ പോലെയുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായി പറഞ്ഞു BJPയും CPM-ഉം ചേർന്ന് പരാജയപ്പെടുത്തേണ്ട TP സെൻകുമാറിനെ പോലെയുള്ള സംഖ്യയായിട്ടുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ടാകും. CPM-ഉം BJPയും ചേർന്ന് ഒന്നാമത്തെ ആളാണ് ശ്രീ വി ഡി സതീശൻ എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു.
ഇൻസിഡന്റിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് 2013 പറ്റി പറയുന്നു. ഷാക്കിർ ഇപ്പോഴും ഉരുളുകയാണ്. അത് തന്നെയാണ് പ്രശ്നം. എന്റെ ചോദ്യം ലളിതം. 2006 ഗോൾവൽക്കറുടെ ജന്മശതാബ്ദിയിൽ വി ഡി സതീശൻ പോയിട്ടുണ്ടോ? അതിന്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ആ ചിത്രം AI ജനറേറ്റഡ് ആണോ? അത് ഫേക്ക് ആണോ? ആണെങ്കിൽ അത് നിർമ്മിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് എടുക്കുമോ? ഇതാണ് ചോദ്യം. അതല്ലെങ്കിൽ ശ്രീ വി ഡി സതീശൻ ഗോൾവൽക്കറുടെ അന്നത്തെ ആ ചടങ്ങിൽ എന്തിനു പോയി എന്നതിനെ കുറിച്ച് ഷാക്കിർ പറഞ്ഞാൽ മതിയേ. അവിടെ ഒന്നും വെച്ചേക്കല്ലേ, സാരമില്ല വലിയ. കാരണം ഗോൾവൽക്കർ അന്നത്തേക്ക് ഇല്ല, പണ്ടായിരുന്നു. ഗോൾവൽക്കർ ഈ വിചാരധാര പുസ്തകം എഴുതിയിരിക്കുന്നത് പണ്ടായിരുന്നു. അന്നായിരുന്നു ഈ അദ്ദേഹം സർസംഘചാലകായിരുന്ന സമയത്തായിരുന്നു ഗാന്ധി വധം. അതിനുശേഷമാണ് RSS അത് നിരോധിച്ചത്. അതിനുശേഷം നിരോധനം നീക്കിയപ്പോഴും അദ്ദേഹമാണ്. പിന്നീട് അടിയന്തരാവസ്ഥ വരുന്ന സമയത്തേക്ക് മാത്രമേ ആള് മാറുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ 32 വർഷം അവിടെ ഇരുന്നത് ഗോൾവൽക്കറാണ്. അപ്പൊ 2006 2013 സതീശന് ഗോൾവൽക്കറെ അറിയാഞ്ഞിട്ടാണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഷാക്കിർ അതിന് മറുപടി പറയാതെ ഷാക്കിർ ഉടനെ എന്തുകൊണ്ട് വരും? സുഗതനിലേക്ക് ഓടും. ഷാക്കിർ അതിന് കഴിഞ്ഞ് തിരിഞ്ഞു വന്നിട്ട് സെൻകുമാറിലേക്ക് പോകും. ഞാൻ പറഞ്ഞു ഷാക്കിർ അവിടെ നിൽക്ക്, നമുക്ക് ഈ ഒരു വിഷയം തീർത്തിട്ട് പോകാം.